കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് തീപിടിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി AK ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എപ്പോഴായിരുന്നു സംഭവം? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഷിത 3:30 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഓഫീസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. പ്ലാന്റും കെട്ടിടവുമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലാണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. MRM എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് അല്ലെങ്കിൽ ഫാക്ടറിക്കാണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്ന വലിയൊരു യൂണിറ്റ് സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഫാക്ടറി സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ തീ വലിയ തോതിൽ ആളിപ്പടരുകയായിരുന്നു. അടുത്തൊന്നും ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. 20 കിലോമീറ്റർ അകലെ നിന്നും മരിക്കിൽ നിന്നാണ് ആദ്യ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത്. പിന്നീട് മുക്കത്ത് നിന്നും അതേപോലെ തന്നെ കോഴിക്കോട് വെള്ളിമാട് കുന്നും 2 വീതം യൂണിറ്റുകൾ എത്തി. ഇപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ സ്ഥലത്തുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 2 JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റി ആ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കെട്ടിടവും പ്ലാന്റ് ഉൾപ്പെടെയുള്ള കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കാനിടയായത്. ഇവരുടെ ഒരു പിക്കപ്പ് വാനും ഇവിടെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്ന പിക്കപ്പ് വാനും ഉണ്ടായിരുന്നു. പിക്കപ്പ് വാനും കത്തി നശിച്ചിട്ടുണ്ട്. നിരവധി ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും ഈ അപകട സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീ ആളിപ്പടർന്നതും കെട്ടിടം ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായതും സമീപത്തും മറ്റു കെട്ടിടങ്ങളോ മറ്റോ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്തതും ആ രീതിയിലുള്ള അപകടം അല്ലെങ്കിൽ തീ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായമായിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലത്ത് ആണ് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ തീ പൂർണ്ണമായും അണയ്ക്കുന്നതടക്കമുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു വായു മലിനീകരണത്തിന് അവിടെ സാധ്യതയുണ്ട്. അതടക്കമുള്ള കാരണങ്ങൾ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും ആ കാര്യങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കെട്ടിടത്തോട് ചേർന്ന് വീടുകളോ അതേപോലെ തന്നെ മറ്റു കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഈ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്തി തീരുന്നവരെ കത്തുക എന്നുള്ള ആ രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. JCB ഉപയോഗിച്ച് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗത്ത് മാറ്റി അവിടേക്ക് വെള്ളം കൂടുതൽ അടിയിലേക്ക് പമ്പ് ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വത. ശരി, AK ലതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.